Hi friends, കഴിഞ്ഞ ദിവസം എനിക്ക് ലഭിച്ച BSE Sensexുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഒബ്സർവേഷൻസ് നമ്മളെ കണ്ണു തുറപ്പിക്കുന്നതാണ്. 1979 BSE Sensex നിലവിൽ വരുന്നത്. നിലവിൽ 42 വർഷമായി. ഈ 42 വർഷത്തെ ഈ കണക്കുകൾ നമുക്ക് നിരവധി ഉൾക്കാഴ്ചകൾ നൽകും എന്നത് എനിക്ക് ഉറപ്പാണ്. അതിനെക്കുറിച്ചാണ് ഇന്നേ ദിവസത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കളുടെ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇതുവരെയും താങ്കൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. Once again, welcome back to the Thommichan tips powered by Diaz Academy. My name is Primson Diaz. Thommichan tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങൾ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ആദ്യമായിട്ട് നമ്മൾ എടുക്കുവാൻ പോകുന്നത് ഫ്രീക്വൻസി വൈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിട്ടേൺസ് ആണ്. ഇവിടെ നമ്മൾ ഏകദേശം 42 വർഷത്തെ കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് 42 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-ലധികം വർക്കിംഗ് ഡേയ്സ്, അതായത് BSE സെൻസെക്സിന്റെ വർക്കിംഗ് ഡേയ്സിന്റെ കണക്കുകളാണ് നമ്മളിവിടെ ഒബ്സർവേഷന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡെയിലി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 53% സമയവും പോസിറ്റീവ് റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്, 47% സമയവും നെഗറ്റീവ് റിട്ടേൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീക്കിലി നമ്മൾ നോക്കുകയാണെങ്കിൽ 56% പോസിറ്റീവ് റിട്ടേൺസ് ആണ് കൊടുത്തിരിക്കുന്നത്, നെഗറ്റീവ് റിട്ടേൺസ് കൊടുത്തിരിക്കുന്നത് 44%. മന്ത്ലി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 61% പോസിറ്റീവ് റിട്ടേൺ കൊടുത്തപ്പോൾ 39% നെഗറ്റീവ് റിട്ടേൺസ് കൊടുത്തു. ക്വാർട്ടർലി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 64% പോസിറ്റീവ് റിട്ടേൺ കൊടുത്തപ്പോൾ 36% നെഗറ്റീവ് റിട്ടേൺസ് കൊടുത്തു. ഇയർലി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 72% പോസിറ്റീവ് റിട്ടേൺസ് കൊടുത്തപ്പോൾ 28% നെഗറ്റീവ് റിട്ടേൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ 3 വർഷത്തെ റോളിംഗ് റിട്ടേൺ ആണ് നോക്കുന്നതെങ്കിൽ 89% പോസിറ്റീവ് റിട്ടേൺസ് കൊടുത്തപ്പോൾ നെഗറ്റീവ് റിട്ടേൺസ് കൊടുത്തത് 11% ദിവസങ്ങളാണ്. അടുത്തായിട്ട് 5 വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ 96% പോസിറ്റീവ് റിട്ടേൺസ് കൊടുത്തപ്പോൾ നെഗറ്റീവ് റിട്ടേൺസ് കൊടുത്തത് 4% ദിവസങ്ങളാണ്. ഇനി 10 വർഷത്തെ റോളിംഗ് റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 100% പോസിറ്റീവ് റിട്ടേൺസ് ആണ് കൊടുത്തിരിക്കുന്നത്, നെഗറ്റീവ് റിട്ടേൺസ് കൊടുത്തിരിക്കുന്നത് 0% ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും ടൈം കൂടുന്തോറും നമുക്ക് നഷ്ടം വരുവാനുള്ള സാധ്യതകൾ കുറയുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് BSE സെൻസെക്സിന്റെ റിട്ടേണും അതോടൊപ്പം തന്നെ ഡിവിഡൻഡ് ഈൽഡും കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാലാണ് യഥാർത്ഥ റിട്ടേൺസ് നമ്മൾ ലഭിക്കുന്നത്. 1979 100 പോയിന്റിൽ തുടങ്ങിയ BSE സെൻസെക്സ് ആണ് ഈയിടെ 53,000 വരെ എത്തിയത്. അതായത് 42 വർഷം കൊണ്ട് 100 പോയിന്റ് 53,000 ആയെങ്കിൽ ഓൺ ആൻ ആവറേജ് കോമ്പൗണ്ടിങ് റിട്ടേൺ വരുന്നത് 15.5% ആണ്. ഇതിനോടൊപ്പം തന്നെ ഈ BSE സെൻസസിലുള്ള കമ്പനികൾ നൽകിയ ഡിവിഡൻസ് കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ കണക്കുകൾ ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ 42 വർഷത്തിനിടെ BSE സെൻസസിൽ ഉൾപ്പെട്ട കമ്പനികൾ നൽകിയിരിക്കുന്ന ആവറേജ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.4% ആണ്. ഇതും കൂടി നമ്മൾ കൂട്ടുകയാണെങ്കിൽ കഴിഞ്ഞ 42 വർഷത്തിനിടെ ആവറേജ് ലഭിച്ച റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16.9% ആണ്. ഇവിടെ ഞാൻ കാണിക്കുന്ന മറ്റൊരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പോൾ 100 പോയിന്റ് 1979 BSE സെൻസെക്സ് 100 പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു. ഓൺ ആൻ ആവറേജ് 16.9% 42 വർഷം റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ BSE സെൻസെക്സ് ഏകദേശം 70,500 പോയിന്റിൽ എത്തുന്ന അതേ തരത്തിലുള്ള റിട്ടേൺസ് ആണ് കസ്റ്റമേഴ്സിന്, നിക്ഷേപകർക്ക് BSE സെൻസെക്സ് ഇതുവരെ നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഡെക്കേഡ് വൈസ് റിട്ടേൺസ് ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1980 മുതൽ 90 വരെയുള്ള കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സമയത്തെ ആവറേജ് റിട്ടേൺ 21.6% ആണ്. വീണ്ടും 1990 മുതൽ 2000 വരെയുള്ള കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ആവറേജ് റിട്ടേൺ വരുന്നത് 14.3% ആണ്. ഇനി 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17.8% ആണ്. ഏറ്റവും അവസാനമായി 2010 മുതൽ 2020 വരെയുള്ള കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് BSE സെൻസെക്സ് നൽകിയിരിക്കുന്ന ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.8% ആണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു കാലഘട്ടത്തിലും ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2010-2020 8.8% റിട്ടേൺസ് നൽകിയുള്ളൂ. എന്നാൽ അതോടൊപ്പം തന്നെ ആ ഡിവിഡൻഡ് ഈൽഡ്, അതായത് 1.4% ഡിവിഡൻഡ് ഈൽഡ് കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും about 10% റിട്ടേൺസ് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
അതായത് ഏതൊരു കാലഘട്ടത്തിലും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. മറ്റൊരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ നെഗറ്റീവ് റിട്ടേൺസ്. അതായത് 2002 മുതൽ ഇതുവരെയുള്ള 19 വർഷത്തെ 7 വർഷത്തെ റോളിംഗ് റിട്ടേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷം പോലും നെഗറ്റീവ് റിട്ടേൺസ് കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല. അതായത് റോളിംഗ് റിട്ടേൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനു മുമ്പ് പല വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സപ്പോസ് 2002 നിക്ഷേപിച്ച ഒരു വ്യക്തി 7 വർഷത്തെ റോളിംഗ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2002 മുതൽ 2009 വരെ. ഇനി 2003 നിക്ഷേപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 2003 മുതൽ 2010 വരെ. ഇതാണ് 7 വർഷത്തെ റോളിംഗ് റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സിംഗിൾ ഇയർ പോലും നെഗറ്റീവ് റിട്ടേൺസ് കൊടുത്തിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ലോങ് ടേം നിക്ഷേപകന് ഓഹരി അധിഷ്ഠിത നിക്ഷേപങ്ങളിൽ നഷ്ടം വരുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്നേ ദിവസം നമ്മൾ നോക്കിയ ഈ ഒബ്സർവേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ലോസ്. ഷോർട്ട് ടൈമിൽ നഷ്ടം വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ലോങ് ടൈമിലേക്ക് പോകുന്തോറും നഷ്ടം വരുവാനുള്ള സാധ്യത വളരെയധികം കുറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 2002 മുതലുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 വർഷത്തിന് മുകളിലുള്ള നിക്ഷേപകന് നഷ്ടം ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഹിസ്റ്ററി പറയുന്നത്. രണ്ടാമതായിട്ട് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റീസ് ഉള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് ഓഹരി അധിഷ്ഠിത നിക്ഷേപങ്ങൾ. നമ്മൾ നോർമൽ സിറ്റുവേഷൻ ട്രഡീഷണൽ ആയിട്ടുള്ള ബാങ്ക് എഫ് ഡി അല്ലെങ്കിൽ ഇൻഷുറൻസ് ഈ തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുക എന്നത് നടക്കാത്ത കാര്യമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ലോങ് ടേം നിക്ഷേപകനെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യുവാൻ ഓഹരി അധിഷ്ഠിത നിക്ഷേപങ്ങൾക്ക് സാധിക്കും. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ഓഹരി അധിഷ്ഠിത നിക്ഷേപങ്ങളിൽ എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നേരിട്ട് ഓഹരികൾ നിക്ഷേപിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു എക്സ്പെർട്ടിന്റെ സഹായത്തോടെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് നിക്ഷേപിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സേവനങ്ങളെ കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡയസ് ഇ പോർട്ടൽ എന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ മാസവും വ്യത്യസ്തങ്ങളായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഈവൻസ് എന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം ഞങ്ങൾ ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് ഡയസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും. ഇതുവരെയും താങ്കൾ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനലിൽ അംഗമാവുക ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ആഴ്ചകളും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകളെല്ലാം കൃത്യസമയത്ത് താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ചൻ ടിപ്സ് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.